ഇന്നൊരു സിമ്പിൾ തേൻനെല്ലിക്കയുടെ റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഇതേപോലെ തേൻനെല്ലിക്ക ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ കുറച്ച് നെല്ലിക്ക എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കുറച്ച് അളവിൽ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അളവിനെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ശർക്കര കൂടെ വേണം. ഈ ഒരു ശർക്കര കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഈ ഉരുക്കിയ ശർക്കരയുടെ ഇതിലോട്ട് നമുക്ക് കുറച്ച് പനങ്കൽക്കണ്ടം കൂടി ചേർത്ത് കൊടുക്കണം. പനങ്കൽക്കണ്ടം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഭയങ്കര ഈസിലി അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനം കൂടാണ് കേട്ടോ അത്. ഞാനിപ്പോൾ ഷുഗറിന് വേറൊന്നും ചേർക്കുന്നില്ല, ഈ ഒരു പനങ്കൽക്കണ്ടം മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ ഒരു ഉരുകി വന്നതിലോട്ട് നമുക്ക് കുറച്ച് നെല്ലിക്കയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലവും കൂടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം. കുറച്ച് നേരം കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ തേൻനെല്ലിക്ക ഇതേപോലെ റെഡി ആയിട്ട് വരും. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇത് സൂക്ഷിച്ച് വെക്കാം. ഭയങ്കര ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനം നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.